Hello learners, welcome to TOTS Academy. KTET എക്സാം 2023 ഡിസംബർ റിസൾട്ട് പബ്ലിഷ് ആയിട്ടുണ്ടല്ലോ. ടോസ് അക്കാഡമി മുൻ വർഷങ്ങളിലെ പോലെ തന്നെയും ഈ തവണ മികച്ച വിജയമാണ് കൈവരിച്ചിരിക്കുന്നത്. വിജയിച്ച എല്ലാ കൂട്ടുകാർക്കും കൺഗ്രാറ്റുലേഷൻസ്. KTET എക്സാം പാസ്സായാൽ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ഇനി എന്ത് ചെയ്യണം? ആ ഒരു ചോദ്യം ഇപ്പോൾ നിങ്ങളിൽ പലരുടെയും മുൻപിൽ ഉണ്ടായിരിക്കും. സർട്ടിഫിക്കറ്റ് എപ്പോൾ കിട്ടും, എങ്ങനെ കിട്ടും തുടങ്ങി പലവിധമായ സംശയങ്ങളും നിങ്ങൾക്കുണ്ടാവാം. ഇതേപ്പറ്റിയുള്ള അടിസ്ഥാന വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ KTET ക്വാളിഫൈ ചെയ്തതിനു ശേഷം സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വേണ്ടി ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വെരിഫിക്കേഷന് പോകേണ്ടത് നിങ്ങൾ എക്സാം എഴുതിയ സ്കൂള് ഏത് ജില്ലയുടെ DE ഓഫീസിന് കീഴിൽ വരുന്നു, ആ DE ഓഫീസിലാണ് നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പോകേണ്ടത്. വെരിഫിക്കേഷനായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ഡേറ്റ് പത്രം മുഖേന നിങ്ങളെ അറിയിക്കുന്നതാണ്. അതിനായി വാർത്ത ശ്രദ്ധാപൂർവം വായിച്ച് എന്നാണ് നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഡേറ്റ്, ആ ഡേറ്റിൽ അതാത് ജില്ലയിലെ DE ഓഫീസിൽ പോയി ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടത്തേണ്ടതാണ്. ഓരോ ജില്ലയിലുമുള്ളവർ നിശ്ചയിക്കപ്പെട്ട ദിവസം തന്നെ ആവശ്യമുള്ള യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുമായി നിങ്ങളുടെ ജില്ലയിലുള്ള DE ഓഫീസിന് ബന്ധപ്പെടേണ്ടതാണ്. ഇനി എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് KTET സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ നിങ്ങൾ കയ്യിൽ കരുതേണ്ടത് എന്ന് നോക്കാം. ഒരു വിദ്യാർത്ഥി KTET എക്സാം പാസ്സായിട്ടുണ്ട് എന്ന് പരീക്ഷാ ഭവൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാൻഡിഡേറ്റ് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസറിന്റെ അടുത്ത് വെരിഫിക്കേഷൻ ആയിട്ട് പോകുമ്പോൾ താഴെ പറയുന്ന സർട്ടിഫിക്കറ്റിന്റെ എല്ലാം ഒറിജിനൽ ഡോക്യുമെന്റ്സ് കയ്യിൽ കരുതേണ്ടതാണ്. ആ സർട്ടിഫിക്കറ്റ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ SSLC സർട്ടിഫിക്കറ്റ്, 12th സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, B.Ed സർട്ടിഫിക്കറ്റ്, ഹാൾ ടിക്കറ്റ്, റിസൾട്ട് പ്രിന്റ് ഔട്ട്, റിസർവേഷൻ സർട്ടിഫിക്കറ്റ്സ്. ഇത്രയും സർട്ടിഫിക്കറ്റ്സിന്റെ ഒറിജിനൽ കോപ്പി ആയിട്ട് വേണം ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസറിനെ കാണാൻ പോകേണ്ടത്. ഒന്നുകൂടി വിശദമായിട്ട് പറയാം. SSLC 10th യോഗ്യത നിർണ്ണയിക്കുന്ന SSLC സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതേണ്ടതാണ്. 12th സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണം. അതുപോലെ തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് അല്ല, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണം. ഒപ്പം ഫൈനൽ ഗ്രേഡ് കാർഡും കൊണ്ടുപോകേണ്ടതാണ്. B.Ed സർട്ടിഫിക്കറ്റിന്റെയും പ്രൊവിഷണൽ അല്ല, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെ കയ്യിൽ കരുതണം. ഒപ്പം ഫൈനൽ ഗ്രേഡ് കാർഡും. ഇനി നിങ്ങളിൽ ചിലർ എക്സാം അറ്റൻഡ് ചെയ്തപ്പോൾ B.Ed ജസ്റ്റ് പാസ് ആയിട്ടേ ഉണ്ടാവൂ. അങ്ങനെയുള്ളവർ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയാൽ മതി. പക്ഷേ നിങ്ങൾ ഓർക്കണം, പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 6 മാസം മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുക. അല്ലാത്തവർ നിർബന്ധമായും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെ കൊണ്ടുപോകേണ്ടതാണ്. ഇനി നിങ്ങളിൽ ചിലർ B.Ed പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ KTET ക്വാളിഫൈ ചെയ്തു എങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. പ്രൊവിഷണൽ അല്ലെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷം അടുത്ത ഒരു വെരിഫിക്കേഷൻ വിളിക്കുമ്പോൾ ആ വെരിഫിക്കേഷന് നിങ്ങൾ ചെല്ലുക. നിങ്ങൾ B.Ed പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് KTET ക്വാളിഫൈ ചെയ്തതെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വെരിഫിക്കേഷൻ, സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷമുള്ള വെരിഫിക്കേഷൻ നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ചെയ്താൽ മതി. ഇനി ഹാൾ ടിക്കറ്റ് സൈൻഡ് ബൈ ദ ഇൻവിജിലേറ്റർ നിങ്ങൾ കൊണ്ടു ചെല്ലേണ്ടതാണ്. അതായത് നിങ്ങൾ എക്സാം എഴുതാൻ ഉപയോഗിച്ച ഹാൾ ടിക്കറ്റ്, അതിൽ നിങ്ങളുടെ ഇൻവിജിലേറ്റർ സൈൻ ചെയ്തിട്ടുണ്ട്. ആ ഹാൾ ടിക്കറ്റ് ആയിരിക്കണം നിങ്ങൾ KTET സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് കൊണ്ടുപോകേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ റിസൾട്ട് പ്രിന്റ് ഔട്ടും നിങ്ങൾ കൊണ്ടുപോകണം. നിങ്ങൾ KTET ക്വാളിഫൈഡ് ആയി എന്ന് പരീക്ഷാ ഭവനിൽ നിന്ന് നൽകിയിരിക്കുന്ന റിസൾട്ടിന്റെ പകർപ്പ്, ആ പകർപ്പും നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് കൊണ്ടു ചെല്ലേണ്ടതാണ്. അതുപോലെ തന്നെ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്സ്. നിങ്ങൾ ചില റിസർവേഷൻ കാറ്റഗറിയിൽ പെടുന്നവരാണെങ്കിൽ നിങ്ങൾ അതാത് കാറ്റഗറി തെളിയിക്കുന്ന രീതിയിലുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ്സ് കൊണ്ടുപോകണം. ഒന്നുകൂടി വേണ്ട ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്ന് പറയാം. SSLC സർട്ടിഫിക്കറ്റ്, 12th സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, B.Ed സർട്ടിഫിക്കറ്റ്, ഹാൾ ടിക്കറ്റ് സൈൻഡ് ബൈ ദ ഇൻവിജിലേറ്റർ, റിസൾട്ട് പ്രിന്റ് ഔട്ട്, റിസർവേഷൻ സർട്ടിഫിക്കറ്റ്സ് if you belong to a reservation category. ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ KTET വെരിഫിക്കേഷന് കൊണ്ടുപോകേണ്ടത്.
മാത്രമല്ല ഈ ഡോക്യുമെന്റ്സിന്റെ എല്ലാം സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസിൽ കൊണ്ടുപോകേണ്ടതാണ്. ഈ രേഖകൾ സബ്മിറ്റ് ചെയ്യുന്നതോടെ വെരിഫിക്കേഷൻ പ്രോസസ് പൂർത്തിയാകും. ഇനി നിങ്ങൾ ഒന്നിലധികം കാറ്റഗറി ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് കേറ്റഡ് കാറ്റഗറി 2ഉം 3ഉം നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഓരോ കാറ്റഗറിക്കും സെപ്പറേറ്റ് വെരിഫിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. ഓരോ സെക്ഷനിലും ഒറിജിനൽ ഡോക്യുമെന്റ്സും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും നിങ്ങൾ വെരിഫിക്കേഷന് ഹാജരാക്കേണ്ടതാണ്. സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി അവിടെ നിങ്ങൾ ഏൽപ്പിക്കേണ്ടതുമാണ്. വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ ഏകദേശം 1 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കേറ്റഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുമാണ്. ഒന്നുകൂടി പറയാം, നിശ്ചയിക്കപ്പെട്ട ദിവസം തന്നെ നിങ്ങൾ ഏത് സ്കൂളിൽ എക്സാം എഴുതി ആ സ്കൂൾ ഏത് DE ഓഫീസിന് കീഴിൽ വരുന്നു അതാത് DE ഓഫീസിൽ പോയി നിങ്ങൾ വെരിഫിക്കേഷൻ ചെയ്യേണ്ടതാണ്. നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഡേറ്റ് അറിയാൻ നിങ്ങൾ പത്രവാർത്ത ശ്രദ്ധാപൂർവം തന്നെ വായിക്കുക. നിങ്ങൾക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ അതാത് DE ഓഫീസുമായി ബന്ധപ്പെടുക. നിങ്ങൾ പോകുമ്പോൾ മേൽപ്പറഞ്ഞ സർട്ടിഫിക്കറ്റ്സിന്റെ എല്ലാം ഒറിജിനൽ ഡോക്യുമെന്റ്സും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസും കയ്യിൽ കരുതേണ്ടതാണ്. ഇനി നമ്മുടെ ടോസ് അക്കാഡമിയിൽ കേറ്റഡ് 2024 കോച്ചിങ് മാർച്ച് 3 മുതൽ ആരംഭിക്കുന്നതാണ്. അഡ്മിഷൻ ഡീറ്റെയിൽസിനായി നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 7510155485. എല്ലാ തവണത്തെ പോലെ കേറ്റഡ് കോച്ചിങ്ങിന് 150+ മോക്ക് ടെസ്റ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻസും ഡൗട്ട് ക്ലിയറൻസ് സെഷൻസും റെക്കോർഡഡ് ക്ലാസും നോട്ട്സും ലൈവ് സെഷൻസും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് വേണ്ട ഒരു എലിജിബിലിറ്റി ആണ് കേറ്റഡ് സർട്ടിഫിക്കറ്റ്. ആ ഒരു എലിജിബിലിറ്റി നിങ്ങൾ ക്ലിയർ ചെയ്യാൻ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങളോടൊപ്പം ടോസ് അക്കാഡമി ഉണ്ട്. ടോസ് അക്കാഡമിയിൽ കേറ്റഡ് കോച്ചിങ് മെയ് 2024 ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എൻറോൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ 7510155485. സോ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.